ഞാൻ ഓഫീസിൽ തന്നെയായിരുന്നു. മാഡത്തിന് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നു പറഞ്ഞ ആളോട് തന്നെ ഞാൻ എവിടെയായിരുന്നു ഒന്ന് ചോദിച്ചു മനസ്സിലാക്കിയാ പോരെ. ഇതിന് വെറുതെ എന്തിനാ എന്നെ ഭീഷണിപ്പെടുത്തുന്നേ? എന്നെ മോനെ തല്ലിയതിന് ശരിക്കും ഞാൻ മാഡത്തിനെതിരെ നടപടി എടുക്കേണ്ടതാ. വേണ്ട ഡാഡി, ഇവളെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അതും പറഞ്ഞ് ഇവള് കേസ് കൊടുക്കും. നമുക്ക് ഇവളെ ഒന്നും ചെയ്യണ്ട, പകരം ആ പണി മഹിമയ്ക്ക് കൊടുത്താൽ മതി. അത് മതി. മഹിമ ഇപ്പോ ഞങ്ങളെ നിയന്ത്രിക്കുന്ന ജയിലിലാ കഴിയുന്നേ. നീ ഞങ്ങളെ ഉപദ്രവിക്കുന്നതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നതേ അവളായിരിക്കും. ഇത്തവണ ഞാൻ യൂണിഫോം ഇട്ടത് നാടിനു വേണ്ടിയല്ല, എന്റെ കുടുംബത്തിന് വേണ്ടിട്ടാ. മഹിമയെ നീ ഉപദ്രവിച്ചോന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നിന്നോട് സംസാരമൊന്നും ഉണ്ടാവില്ല. നിന്നെ ഞാനങ്ങ് കൊന്നുകളയും. താൻ ചത്തുപോകുമ്പോ കൊള്ളിവെക്കാൻ ഒരുത്തം വേണമെന്നുണ്ടെങ്കിലേ ഇവനോട് മര്യാദയ്ക്ക് നടക്കാൻ പറഞ്ഞോണം. ദിവസം ചെല്ലുന്തോറും ജോർജിനെ കൊണ്ടുള്ള ശല്യം കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ എന്തായാലും വക്കീലിനോടെല്ലാം തുറന്നു പറയാൻ പോവാ. ആ, അത് തന്നെയാ നല്ലത്. മുകുന്ദന് നിയമപരമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ. എന്താണ് വലിയ സംസാരമൊക്കെ ആണല്ലോ. എന്താ ജയിലിൽ ചാടാനുള്ള വല്ല പ്ലാനും ഉണ്ടാക്കുകയാണോ? അതിനുള്ള ധൈര്യമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല സാറേ. ഞാൻ എന്റെ തോക്ക് ഉപയോഗിക്കാൻ ഒരു ചാൻസ് നോക്കി നടക്കുക. നിങ്ങളെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ രണ്ടിനെ ഞാൻ വെടിവെച്ചു കൊല്ലും. ഇത് ചോദിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. താനെന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചല്ലേ, തന്നെ ഞാൻ വെറുതെ വിടില്ല. തനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. തന്നെ ശിക്ഷിക്കാൻ ഞാൻ സുപ്രീം കോടതി വരെ പോവും. കേട്ടോ?